ഒന്ന് റേസ് ചെയ്തേ. രഞ്ജി സംഗതി കുറഞ്ഞു. ഡ്രഗ്സ് കഴിച്ച് വിനയൻ മരിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവള് ആലീസ് ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി യൂണിയൻ സമരം ചെയ്യാൻ പോണെന്ന്. അവൾക്കെന്താടാ അവനോട്ട് ബന്ധം? ഒരേ പാർട്ടിക്കാരല്ലേ, പിന്നെ നമ്മളെ കരുതേച്ച് കാണിക്കാൻ ഒരു അവസരവും. അത് നമ്മുടെ പാർട്ടിക്കാരെ കരുതേച്ച് കാണിക്കുന്ന പോലെയല്ലേ. ഇത് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കുടുങ്ങുന്നത് നമ്മളാവും. പേങ്ങല മഷിയുണ്ടോ? എന്നാ കയറ്. മോള് സെനറ്റ് മീറ്റിംഗിൽ എന്തോ സമരം മുളുത്താൻ പോകുന്നു കേട്ടല്ലോ. അതെ, ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ കോളേജിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ്. അല്ല, നീ ആര്? ഈ കോളേജിലെ പിള്ളേരുടെയൊക്കെ രക്ഷാധികാരിയോ? യൂണിയൻ കൗൺസിലറായെന്ന് വെച്ചേ അധികം വിളച്ചൊന്നും വേണ്ട കേട്ടോ മോളെ. വഴിന്ന് മാറൂ. ഏതായാലും നീ സെനറ്റ് പ്രശ്നം ഉണ്ടാക്കും. എന്നാ പിന്നെ ദിലീപേ അതൊന്ന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോടി. കഴിവാണ് മോളെ, ഇത് തുടക്കമാ. അടുത്ത പ്രാവശ്യം മേത്ത് തുണി കാണില്ല. വേഗം ആലീസിനെ വിളിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഡ്രസ് മാറ്റിച്ചുണ്ടോ വേഗം. എന്ത് സ്റ്റുപ്പിഡിറ്റിയാ താൻ കാണിച്ചത്? ഒരു സ്റ്റുഡന്റിനെ തല്ലിയിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നുണ്ടോ? ഇപ്പൊ ഇതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അവർ കാണിച്ച പോക്കരത്തിന് ഇത്രയും ചെയ്താ പോരാ. അവരൊന്നും കാണിച്ചില്ലെന്നാ അവര് പറയുന്നത്. എന്റെ മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവരത് പറയട്ടെ. കൂൾ ഡൗൺ പ്ലീസ്. രാമേന്ദ്രൻ മാപ്പ് ചോദിക്കണം. എന്തിനെ? ദിലീപിനെ തല്ലിയതിന്. എന്തിനാ ഞാൻ ദിലീപിനെ തല്ലിയത്? ആളാവാനായിരിക്കും. എനിക്കാളാകാൻ നിന്നെ പോലൊന്നും പോകൃത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കൊണ്ടൊന്നും ഫുട്ബോൾ കളിച്ചോ ക്രിക്കറ്റ് കളിച്ചോ പാട്ടുപാടിയോ പഠിച്ചോ ഒന്നും 10 പേരുടെ മുമ്പിൽ അംഗീകാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഷർട്ടിന് 4 ബട്ടൺ ഊരിയിട്ടും പെമ്പിള്ളാരെ കയറി പിടിച്ചും തെറിപ്പാട്ടും പാടി നടന്നാലേ നിന്നെയൊക്കെ ആരെങ്കിലും തിരിച്ചറിയൂ. ഞാനും ഈ ഷൈനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലയാകുന്നുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ MG കോളേജിലോ പോയി അന്വേഷിച്ചോക്കെ എന്നെ പറ്റി. അവര് പറഞ്ഞുതരും. വെറും രാമേന്ദ്രനല്ല, ചൂടൻ രാമേന്ദ്രൻ. അവര് പറഞ്ഞുതരും എന്റെ ഷൈനിങ്ങിനെ പറ്റി. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. ദിലീപിനോട് മാപ്പ് ചോദിക്കണം. നോ, സാധ്യമല്ല. ആലീസിനെ അവമാനിച്ചതിനാണ് ഞാൻ അവനെ തല്ലിയത്. ഞങ്ങൾ ആരെ അവമാനിച്ചിട്ടില്ല പ്രിൻസിപ്പൽ സാർ. ആരെങ്കിലും പറയട്ടെ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തെന്ന്. പറയില്ല, ഇവിടെ ഒരുത്തരും പറയില്ല. എനിക്കറിയാം, നീ ഇവിടുത്തെ ഹിറ്റ്ലർ അല്ലേ. സാർ ആ പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കണം. ആലീസിനെ വിളിക്കൂ. ആലീസിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. വരൂ. കുട്ടിയെ ഇവർ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? Come on, tell the truth. Come on, Alice, tell the truth. Alice, come on, will you please? എന്നെ ആരും അപമാനിച്ചിട്ടില്ല. Alice, what the hell? മിസ്റ്റർ, ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണമെന്നില്ല. ദിലീപിനോട് മാപ്പ് പറയണം. സാർ, ഞാൻ എന്തിനാണ് ഓക്കെ തെറ്റ് ചെയ്തത് ഞാനാണ്. ഈ കുട്ടിയെ ഞാൻ എന്റെ സഹോദരിയായിട്ട് കരുതി. അതെന്റെ തെറ്റാണ്. ദിലീപ് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഞാനല്ല ശിക്ഷിച്ചത്. അതും എന്റെ തെറ്റാണ്. ഓക്കെ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. എല്ലാവരും ക്ലാസ്സിലേക്ക് പോകണം. All of you go back. സോറി സാർ, ഞാൻ സത്യം പറഞ്ഞ അവരെന്നെ. It's all right.